ഭർത്താവിന്റെ മർദ്ദനത്തെ തുടർന്ന് വീട് വിട്ടിറങ്ങിയ തമിഴ്നാട് സ്വദേശിനിക്കും കുട്ടികൾക്കും കലയപുരം സങ്കേതം തുണയായി. കോയമ്പത്തൂർ കനിയമുത്തൂർ സ്വദേശിനി മുസൈബ, മക്കളായ സെമീർ, ഫാത്തിമ സാനിഫ, മുഹമ്മദ് സൽമാൻ എന്നിവരെ ആലപ്പുഴ ജില്ലാ ശിശുക്ഷേമ സമിതിയാണ് കലയപുരം സങ്കേതത്തിൽ ഏൽപ്പിച്ചത്. പ്രണയിച്ച വിവാഹം കഴിച്ചയാളിൽ നിന്നുള്ള മർദ്ദനം സഹിക്കാൻ കഴിയാതെയാണ് മുസൈബയും കുട്ടികളും തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് ട്രെയിൻ കയറിയത്. എൻ്റെ മാപ്പിള തട്ടിക്കൊണ്ടേയിരിക്കും. ശരിക്കും പൈസ ഒന്നും തരില്ല, എൻ്റെ മക്കളെ ശരിക്കും നോക്കില്ല. വെറുതെ എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ അടിക്കും. അയാളുടെ കൂടെ ജീവിക്കാൻ സഹിക്കാണ്ട് ഞാൻ പുറത്തിറങ്ങിയത്. അയാൾ എന്നെ വിട്ടിട്ട് പോയി. അത് ഇപ്പം ഞങ്ങൾ വീട്ടിൽ വാടക വീട്ടിലുണ്ടായിരുന്നതാണ്. അപ്പോൾ അഡ്വാൻസ് കയ്യിൽ മുട്ടും അവർ നിർത്തി. പിന്നെ അവരുടെ സ്വഭാവമൊന്നും ശരിയില്ല, ഒരു വാർത്തയിലൊന്നും ശരിയില്ല. ഇറങ്ങാൻ വേണ്ടി അത് ഇതൊക്കെ പറയുക. അപ്പോൾ അത് കാരണം ആ ദേശത്തിൽ നിന്ന് ഇറങ്ങി വന്നു. നാട്ടുകാർ വേണ്ടാത്ത പേച്ചൊക്കെ വർത്താനൊക്കെ പറയുക. അത് കാരണം ഒന്ന് കേൾക്കാൻ സഹിക്കാണ്ട് ഞാൻ ഇറങ്ങി വന്നു. ഇനി അതിന് മേൽ കൊണ്ട് അവിടെ ഇരുന്ന എൻ്റെ മക്കൾക്ക് ഇല്ലാണ്ട് തള്ളില്ലാണ്ട് പോകും. ഇതൊക്കെ ആലോചിച്ചിട്ട് ഇവിടെ വീട്ടുപണി കിട്ടുമെന്നിട്ട് വണ്ടി കയറിയത്, ട്രെയിൻ കയറിയതാണ്. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഇവരെ പോലീസ് ഉദ്യോഗസ്ഥർ ജില്ലാ ശിശുക്ഷേമ സമിതിയിൽ എത്തിക്കുകയായിരുന്നു. തുടർന്ന് സമിതി പ്രവർത്തകർ സങ്കേതം സെക്രട്ടറി കലയപുരം ജോസിനെ ബന്ധപ്പെടുകയും സങ്കേതം പ്രവർത്തകരായ AG ശാന്തകുമാർ, AG ശശികുമാർ, ഡോൾസി മത്തായി, രാജു പള്ളിപ്പറമ്പിൽ എന്നിവർ ആലപ്പുഴ എത്തി ഇവരെ ഏറ്റെടുക്കുകയുമായിരുന്നു. കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുമെന്നും മുസൈബയ്ക്ക് സങ്കേതത്തിൽ തന്നെ ജോലി നൽകുമെന്നും സങ്കേതം സെക്രട്ടറി കലയപുരം ജോസ് അറിയിച്ചു. മുതിർന്ന രണ്ട് കുട്ടികളെയും സ്കൂളിൽ ചേർത്ത് അവരെ ഇംഗ്ലീഷ് മീഡിയത്തിൽ അക്ഷരമാലകൾ എഴുതി പഠിപ്പിച്ചു തുടങ്ങി. അവർ സ്വന്തം വീട്ടിൽ സന്തോഷത്തോടെ കഴിയുന്ന ഒരു പ്രതീതിയാണ് അവർക്ക് ഇപ്പോൾ തോന്നിയിട്ടുള്ളത്. മുസൈബയുടെ കുഞ്ഞുങ്ങൾക്ക് ശരിയായ വിദ്യാഭ്യാസവും സംരക്ഷണവും മുസൈബയ്ക്ക് ഒരു തൊഴിലും ഈ പ്രസ്ഥാനം നൽകുന്നതിനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.